ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇന്നൊരു പ്രാക്ടിക്കലായിരുന്നു ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതാണ് നമ്മുടെ സ്ട്രക്ചർ ഇന്ന് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ ഡയമെൻഷൻസ് എവിടെയെങ്കിലും നോട്ട് ചെയ്യുകയോ ചെയ്യുക. കാരണം നിങ്ങൾ പ്രാക്ടിക്കലി ഇത് വരച്ചു നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുള്ളാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്തിട്ട് ഒറ്റയ്ക്ക് വരയ്ക്കാൻ നോക്കുക. ഈ വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് വീഡിയോ കാണുക, എന്നിട്ട് അത് സെൽഫായിട്ട് ട്രൈ ചെയ്യുക ഈ സാധനം വരയ്ക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ജസ്റ്റ് ഇത് ഫോളോ ചെയ്ത് പോകാതെ ഇതൊന്ന് ജസ്റ്റ് ഫുള്ളായിട്ട് കാണുക, എന്നിട്ട് സെൽഫായിട്ട് ഇതൊന്ന് വരച്ച് നോക്കിയിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ട്സ് വരികയാണെങ്കിൽ ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ ഇതാണ് നമ്മളെ സ്ട്രക്ചർ ഇന്ന് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഞാൻ SolidWorks എടുത്തു, പ്ലെയിൻ സെലക്ട് ചെയ്തു, സെറ്റിങ്സിൽ പോയി ഡോക്യുമെന്റേഷൻ പ്രോപ്പർട്ടിയിൽ ഗ്രിഡ് ആൻഡ് സ്നാപ്പ് സെറ്റ് ചെയ്യുന്നത്. ഗ്രിഡ് ആൻഡ് സ്നാപ്പ് എടുത്തു, ഡിസ്പ്ലേ ഗ്രിഡ് കൊടുത്തു, മൈനർ ലൈൻ 10 കൊടുത്തു, ഗോ ടു സെറ്റിങ്സ് കൊടുത്തു, ഗ്രിഡ് ഓൾറെഡി ടിക്ഡ് ആണ്, ഓക്കെ കൊടുത്തു. ഗ്രിഡ് വന്നു. ഫസ്റ്റ് നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് 2 കൺസ്ട്രക്ഷൻ ലൈൻ സെറ്റ് ചെയ്യും. രണ്ട് കൺസ്ട്രക്ഷൻ ലൈൻ സെറ്റ് ചെയ്ത് അതിനുശേഷം ഫസ്റ്റ് നമുക്ക് വന്നത് നമ്മളെ വലിയ സർക്കിളാണ്. ഈ സർക്കിൾ, ഇതിൻ്റെ റേഡിയസ് 50 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് സർക്കിൾ എടുക്കുന്നു, റേഡിയസ് 50ൽ സർക്കിൾ വരക്കുന്നു. എന്നിട്ട് പിന്നെ അതിൻ്റെ പുറത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സർക്കിൾ ഉണ്ട്, അതിൻ്റെ റേഡിയസ് 10 ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും നമ്മൾ സർക്കിൾ എടുത്തു, ഇവിടെ സെലക്ട് ചെയ്തു, റേഡിയസ് 10ൽ ഒരു സർക്കിൾ വരച്ചു. നമുക്കിനി ഈ എക്സ്ട്രാ ഭാഗങ്ങളൊന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ടിക്ക് കൊടുക്കുക, ട്രിം എൻറ്റിറ്റി എടുത്തിട്ട് ഈ ഭാഗങ്ങൾ നമ്മൾ ട്രിം ചെയ്ത് കളയുന്നു. അതിനുശേഷം ലോഗോ എടുത്തു. ഇനി നമുക്ക് എന്താ ഉള്ളത്, ഈ ഫിഗർ പ്രകാരം ഇങ്ങനത്തെ ഷേപ്സ് നമുക്ക് 6 എണ്ണം ഉണ്ട്. അപ്പോൾ ഈ 6 സ്ട്രക്ചേഴ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സർക്കുലർ സ്കെച്ച് പാറ്റേൺ സെലക്ട് ചെയ്യും. എന്നിട്ട് പാരാമീറ്ററിൽ സെൻറ്റർ പാരാമീറ്റർ ഒറിജിനായിട്ട് കൊടുക്കും. ഇതിന് ചുറ്റുമാണല്ലോ വരുന്നത്, സെൻറ്റർ കൊടുക്കും. നമുക്ക് വേണ്ടത് 6 എണ്ണമാണ്. നമ്മൾ ചെയ്യാൻ പോണ പാറ്റേൺ എന്ന് പറയുന്നത് ഈ പാറ്റേൺ സെലക്ട് ചെയ്യും, ഓക്കെ കൊടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ട്രിം ടൂൾ എടുത്തിട്ട് ട്രിം ചെയ്ത് കളയും. ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ നമ്മൾ ട്രിം ചെയ്ത് കളയും. അതിനുശേഷം നമുക്കറിയാവുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലൊരു ചെറിയ സർക്കിൾ, ഈ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ നമുക്ക് ഈ ചെയ്യുമ്പം പല രീതിയിൽ ചെയ്യാം. ഇതിപ്പോൾ ഗ്രിഡ് ഇട്ടത് കൊണ്ട് നമ്മൾ ഇവിടെ സർക്കിൾ സെറ്റ് ചെയ്യുമ്പോൾ റേഡിയസ് ഓൾറെഡി വരും, നമുക്ക് ഫിക്സഡ് ആയിട്ട് റേഡിയസ് വരും. നമ്മളെല്ലാം ഗ്രിഡ് ഇടാതെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ റേഡിയസ് കൊടുത്തിട്ട് 5 കൊടുത്തിട്ട് നമുക്ക് സർക്കിൾ സെറ്റ് ചെയ്യാം. അത് ചെയ്യുന്ന ഓരോ രീതിക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നമുക്കിപ്പം ഇതിൽ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ടൂൾസും ഫെമിലിയർ ആവുമെന്നുള്ളതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ സർക്കിളിൻ്റെ റേഡിയസ് 5 ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം 10 റേഡിയസിലൊരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഇവിടുന്ന് സ്കെയിൽ എൻറ്റിറ്റി എടുക്കും. നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്താൽ അത് ഇവിടെ വന്ന് R30 എന്ന് വന്നു. നമ്മൾ സ്കെയിൽ ചെയ്യാൻ പോകുന്നത് ഈ സെൻറ്റർ പോയിന്റിലാണ്. നമുക്ക് സ്കെയിൽ ചെയ്യേണ്ടത് ഇതിൻ്റെ പകുതിയാണ്. അതായത് പകുതിയാകുമ്പം സ്കെയിലിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് 0.5 ആവും. 10ൻ്റെ പകുതി, അതായത് 5 എന്ന് പറയുമ്പോൾ 10ൻ്റെ പകുതി ആയതുകൊണ്ട് എന്താ പകുതിയായിട്ട് കുറക്കാൻ വേണ്ടിയിട്ട് സ്കെയിലിംഗ് ഫാക്ടർ നമ്മൾ 0.5 കൊടുക്കണം. അത് കൊടുക്കുക, ടിക്ക് ചെയ്യുക, സർക്കിൾ വന്നു. ഇനി നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ സാധനത്തിന് വീണ്ടും ഇതും 6 എണ്ണം ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും സർക്കുലർ പാറ്റേൺ എടുക്കും, സെൻറ്റർ പോയിന്റ് കൊടുക്കും, 6 എണ്ണം വേണം. നമ്മൾ വേണ്ടത് ഈ ഫിഗറാണ്, സെലക്ട് ചെയ്യും, ഓക്കെ കൊടുക്കും. നമ്മളെ 2D ഡിസൈൻ കംപ്ലീറ്റ് ആയി. ഇത്രയേ ഉള്ളൂ. ഫിനിഷ് ചെയ്യുക, 3D ആക്കാൻ വേണ്ടി ഇത് ഫിനിഷ് ചെയ്യുക. എന്നിട്ട് എക്സ്ട്രൂഡ് കൊടുക്കുക, ഇത് സെലക്റ്റഡ് ആയിരിക്കും. നമുക്ക് എത്രയാണോ ഹൈറ്റ് വേണ്ടത്, ഇതിപ്പോൾ 10 ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, എനിക്കത് വേണ്ടി നമുക്ക് എത്രയാണോ വേണ്ടത് അത് അതിനനുസരിച്ച് ഇവിടെ ചേഞ്ച് ചെയ്യുക, ഓക്കെ കൊടുക്കുക. നമ്മുടെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കാണുക. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് വരികയാണെങ്കിൽ
നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്താൽ ഞാൻ എന്തായാലും റിപ്ലൈ തരും. പിന്നെ ഒരുപാട് ഡൗട്ട്സ് കാര്യങ്ങളോ വരുന്നതാണെങ്കിൽ ഞാൻ എല്ലാവരുടെ ഡൗട്ട്സും ക്ലിയർ ചെയ്യുന്ന രീതിയിൽ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.